പാറൂസ് ആർട്ട് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കൊരു മുന്തിരി വൈനാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ വീട്ടിൽ എങ്ങനെയാണ് മുന്തിരി വൈന് ഇടുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ മുന്തിരി കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചെടുത്തതാണ് കേട്ടോ. ഇത് തിളപ്പിച്ചെടുത്ത് തണുത്ത ശേഷമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ബോട്ടിലിൽ ആക്കിയിട്ട് വെച്ചിട്ടുള്ളത്. എല്ലാവരും നല്ല ഭരണി അല്ലെങ്കിൽ കുപ്പീൻ്റെ ചില്ലും ബോട്ടിൽ അങ്ങനെയൊക്കെയാണ് ആക്കാറ്. പക്ഷെ ഞാൻ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ വൈന് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഞാൻ അന്നും ഇന്നും ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കേടാവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുഴപ്പങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഫസ്റ്റ് നമ്മൾ മുന്തിരി തിളപ്പിച്ച് തണുത്ത ശേഷം നമ്മൾ ബോട്ടിലേക്ക് ഒഴിച്ച് വെക്കുക. പിന്നെ വേണ്ട സാധനം എന്ന് പറയുന്നത് ഇതാ ഈസ്റ്റാണ് കേട്ടോ. ഈസ്റ്റ് നമ്മൾ കുറച്ച് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് വയ്ക്കുകയാണ് വേണ്ടത് കേട്ടോ. കുറച്ച് കലക്കിയിട്ട് ഒരു 10 മിനിറ്റ് വെക്കുക. അതിന് ശേഷമാണ് നമ്മളതിൽ ചേർക്കേണ്ടത്. അപ്പോൾ ഈസ്റ്റ്, പിന്നെ നമ്മൾ എന്താ പറയുക, ഗ്രാമ്പൂ, കറുവപ്പട്ട ഒക്കെ മിക്സിങ് ആയിട്ടുള്ള ഇങ്ങനെ ബിരിയാണിക്ക് ഇടുന്ന ടൈപ്പ് ഇങ്ങനെ കിട്ടുമല്ലോ പാക്കറ്റ്, ആ ഒരു പാക്കറ്റ് വാങ്ങാം. അതിനകത്ത് എല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ഇടുന്നതെന്ന് നോക്കാം. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ നമ്മൾ ഈസ്റ്റ് ഒന്ന് ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ചിട്ട് നമുക്കെടുക്കാം. 1 സ്പൂണോളം മതിയാവും കേട്ടോ. ഓക്കെ. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് ഇതാ ഗ്രാമ്പൂ, ഏലക്കായ്, അതുപോലെ കറുവപ്പട്ട, ഇതൊക്കെ നമുക്ക് ഇതിലോട്ട് ചേർക്കാം കേട്ടോ. ഓക്കെ. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നൊരു സാധനമുണ്ട്. ഗോതമ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഗോതമ്പ് കഴുകി ഉണക്കിയത്, പൊടിക്കാത്ത ഗോതമ്പില്ലേ, അതും കൂടി ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ടുണ്ട്. അടുത്തത് നമ്മുടെ പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത്. പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അങ്ങനെ പഞ്ചസാരയും കൂടി നമ്മൾ ചേർത്തു. ഇനി നമുക്ക് ഈസ്റ്റാണ് ചേർക്കാനുള്ളത്. അപ്പോൾ അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് കലക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി അതിനകത്തോട് ചേർക്കാം. അതിന് ശേഷം നമ്മളൊരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടിത് ഇളക്കണം. മരത്തിൻ്റെ കൈലീനെ കൊണ്ടൊക്കെയാണ് ഇളക്കേണ്ടത്. പക്ഷെ ഞാൻ സ്റ്റീലിൻ്റെ കൈലീനെ കൊണ്ടാണ് കേട്ടോ ഇളക്കൽ. അപ്പോൾ എനിക്ക് ഇതുവരെ യാതൊരു കുഴപ്പമൊന്നും വന്നിട്ടില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ കയ്യിലൊന്നും വെള്ളം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ എടുക്കുന്ന ബോട്ടിലും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടാവാൻ പാടില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ ഓക്കെ, നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു തുണി വെച്ചിട്ട് നമ്മളിത് കെട്ടണം. അതായത് കുറച്ച് അധികം ടൈറ്റ് ആവാതെ കെട്ടണം. ബോട്ടിൽ അങ്ങനെ അടച്ചിട്ട് നമുക്ക് വെക്കാൻ പറ്റില്ല. അപ്പോൾ തുണി കൊണ്ട് നമ്മൾ ഫസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് ജസ്റ്റ് കെട്ടി വെക്കാം. നല്ലൊരു തുണി നമ്മൾ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ ഒന്ന് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് മൂടി ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. മൂടി ടൈറ്റ് ചെയ്ത് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി. അപ്പം നമ്മൾ ഇന്ന് വൈനിട്ടു. അപ്പോൾ ഇനി ഒരു 3 ദിവസം കണ്ടിന്യൂ ആയിട്ട് നമ്മൾ രാവിലെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മൾ 21 ദിവസത്തെ വൈനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ 3 ദിവസം ഇളക്കി കൊടുത്താൽ പിന്നെ അത് ഇളക്കി കൊടുക്കുകയോ വേണ്ട. ഇങ്ങനെ തന്നെ കെട്ടി ഭദ്രമായിട്ട് ഒരു ഇരുട്ടുള്ള സ്ഥലത്ത് വയ്ക്കുകയാണ് വേണ്ടത്. അത് കഴിഞ്ഞ് 21 ദിവസം കഴിഞ്ഞിട്ട് നമ്മളിതെടുത്ത് അരിച്ചെടുത്ത് വേറൊരു ബോട്ടിലിൽ സൂക്ഷിക്കുക. ചില്ലിൻ്റെ ബോട്ടിൽ സൂക്ഷിച്ചിട്ട് കുറച്ച് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നല്ല വൈനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ചില്ലിൻ്റെ കുപ്പിയിലാന്ന് വിചാരിച്ചിട്ട് ആരും ആക്കാതിരിക്കേണ്ട. ഒന്നും സംഭവിക്കില്ല. ഞാൻ ഇത്രയും കാലം ആക്കിയതാണ്. മോശമാവോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ.